ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നോർത്ത് അമേരിക്ക ഡയസിസിൻ്റെ ഭാഗമായി മാർത്തോമ സഭയിൽ ഡാലസ് ഏരിയയിൽ സെഹിയോൻ മാർത്തോമ ഇടവകയുടെ വികാരിയായിട്ട് 3 വർഷക്കാലം പ്രവർത്തിപ്പാനായിട്ട് ദൈവം അവസരം ലഭിച്ചു. സഭയുടെ നിയോഗപ്രകാരം ഏപ്രിൽ മാസം മുതൽ ഈ 2025 നാട്ടിലേക്ക് പോകാനായിട്ട് നിയോഗം ലഭിച്ചിരിക്കുകയാണ്. പുതിയ മിഷൻ ഫീൽഡ് സൗത്ത് ട്രാവൻകൂർ മിഷൻ വഴുതൂർ നെയ്യാറ്റിങ്കര ഭാഗമാകും. അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ തമിഴ്നാട് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ ഡാലസ് ഏരിയയിലേക്ക് അമേരിക്കയിലേക്ക് വരുവാനായിട്ട് സാധിച്ചത്. ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ ഭാഷ, കൾച്ചർ, ഒരുപാട് ഡിഫറൻസസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് പോയതായ സമയത്തുള്ള കൾച്ചർ ഡിഫറൻസിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറാണ് ഈ നോർത്ത് അമേരിക്കയിൽ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുവാൻ തന്നെ നമുക്ക് കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കൾച്ചർ, അത് സോഷ്യൽ കൾച്ചർ, പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. എന്നെ വളരെയധികമായിട്ട് ആകർഷിച്ചതായ അനുഭവം ഈ അമേരിക്കയിലെ ജനങ്ങൾ തമ്മിലുള്ളതായ ഡിസിപ്ലിനും റെസ്പെക്റ്റും അത് വളരെയധികമായിട്ട് ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് സെറ്റിലായ മാർത്തോമാ സഭയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ പോലും അവരുടെ കൾച്ചറൽ ഡിഫറൻസസ് ഇവിടുത്തെ രീതിക്ക് അനുസൃതമായിട്ട് വ്യത്യസ്തപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇവിടെയുള്ള എല്ലാവർക്കും അവിടുന്ന് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഡിസിപ്ലിനും എല്ലാം പാലിക്കപ്പെടുവാനായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളൊക്കെ അത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ സന്തോഷകരമായ അനുഭവമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയം, ഒരു 3 വർഷം കാലം കൊണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ അത് അഡ്ജസ്റ്റായി തീരുവാനായിട്ട് സാധിച്ചു. ഇനിയും ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുമ്പോൾ വളരെയധികമായിട്ടുള്ള ഒരു കൾച്ചറൽ തിരിച്ചു പോക്കാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിലുള്ളതായ വലിയ വ്യത്യാസങ്ങൾ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അമേരിക്ക ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് നമുക്ക് അറിയാമല്ലോ. വളരെയധികമായിട്ടുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജിയിലേക്കൊക്കെ വളരുന്നതായ ഒരു രാജ്യമാണ്. അത് നമുക്ക് പെട്ടെന്ന് വലിയ സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ തക്കവണ്ണം അവിടുന്ന് സാധിക്കും. പ്രത്യേകിച്ച് ഈ പോകുന്ന ഇടങ്ങൾ, അവിടുത്തെ ഭാഷകൾ മനസ്സിലാക്കി, അവിടുത്തെ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനൊക്കെ അവിടെ ദൈവം കൃപ നൽകുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ യൂട്യൂബ് ചാനലായിരിക്കുന്ന പ്രിയപ്പെട്ട സെന്നിച്ചാൻ്റെ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ എനിക്ക് ഇങ്ങനെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ തക്കവണ്ണം ലഭിച്ചതായ നല്ല സാഹചര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിൽ വരുന്നതായ സമയത്തൊക്കെ പ്രിയപ്പെട്ട സെന്നിച്ചാൻ ലഭിക്കുന്നതായ നല്ല കൂട്ടായ്മ, അത് ഏറ്റവും വലിയ സന്തോഷമാണ്. സെന്നിച്ചാൻ്റെ ചാനലിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഏറ്റവും അനുഗ്രഹമായി നമ്മുടെ സംസാരങ്ങളും ചിന്തകളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ നേതൃത്വത്തിനായിട്ടും അതിനെല്ലാത്തിനുമായിട്ടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അച്ഛൻ ഒരു കാര്യം കൂടെ, അച്ഛൻ യാത്ര ചെയ്ത സ്ഥലങ്ങളെ പറ്റി കൂടെ ഒന്ന് ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ കൂടി. സാഹചര്യങ്ങൾ മിക്കവാറും ഒക്കെ നമ്മുടെ നോർത്ത് അമേരിക്ക ഡയോസിസിൻ്റെ കോൺഫറൻസുകൾ, എഡോമിഷൻ്റെയും സേവിയ സംഘത്തിൻ്റെയും കോൺഫറൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഭാഗങ്ങൾ, വാഷിങ്ടൺ, അരിസോണ, കാലിഫോർണിയ, ഇങ്ങനത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് സാധിച്ചു. ഓരോ സ്ഥലങ്ങളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും, അവിടുത്തെ റോഡ്, ടൈം സോൺ ചേഞ്ച്, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. താങ്ക് യു അച്ഛാ. മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്നറിയാം. അച്ഛന് ഇവിടെ വന്നതിന് ശേഷം നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും നാട്ടിൽ ചെന്നാൽ? ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഈ ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ്. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ജനങ്ങളും ഒരുപോലെ അത് പാലിക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. നമ്മൾ വാഹനം ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അത് ഇവിടുത്തെ ഏറ്റവും വലിയ സംഗതിയാണ്. അത് ഒരു പക്ഷേ നാട്ടിൽ ചെല്ലുമ്പോൾ അത് മിസ്സാവും എന്നുള്ളതാണ്.
താങ്ക് യു സോ മച്ച് അച്ഛൻ. അച്ഛൻ എല്ലാ യാത്രാമംഗളങ്ങളും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.